ഉലമാഇന്റെ മുറുവത്ത് വേണ്ടേ? ഒരു പണക്കാരന്റെ മുമ്പിൽ തല കുനിച്ച് താന്ന് നിൽക്കണോനാ ആലിം? ഓനാണോ ദീന് പറയാൻ? ഓനാണോ ഏൽപ്പിക്കപ്പെട്ട്? ഒരു പണക്കാരൻ ഇങ്ങനെ കയറി വരിക, അള്ളാഹിന്റെ റസൂലിന്റെ മജ്ലിസ് നടക്കുക, എവിടെ? എറണാകുളത്ത് ഹുബ്ബുർ റസൂൽ. അതിലൊരു മൊയ്ലിയാർ ഇങ്ങനെ വയല് പറയാ. അന്നേരം ഒരു വലിയ പൈസക്കാരനൊരു ചങ്ങായി കയറി വരുന്നു. അന്നേരം ഈ മൊയ്ലിയാർ പറയാന്ത്, നിന്റെ കരളിന്റെ ആര മജ്ലിസാ? ഹുബ്ബുർ റസൂൽ കോൺഫറൻസാ. കരളിന്റെ കഷ്ണാണ് എന്റെ റസൂൽ എന്ന് പറയേണ്ട കോൺഫറൻസിൽ ഇവൻ കയറി വരുന്ന സമയത്ത് എന്താ പറയണത്? നിന്റെ കരളിന്റെ കഷ്ണമാണ് കയറി വരുന്നത്. ആരെ പറ്റി? അയാളെ വലിപ്പം കൂട്ടി പറഞ്ഞാൽ അയാളുടെ അടുത്ത് കിട്ടണേ മറ്റവൻ്റെ അടുത്ത് 1000 റുപ്യ 1 ലക്ഷം കിട്ടുമെങ്കിൽ ഇയാൾ 1 കോടിയാ കൊടുക്കുക. 4 മഹത്വം കൂട്ടി പറഞ്ഞാൽ കട്ടിയിൽ പൈസ കിട്ടും. അള്ളാഹിന്റെ ഔലിയാക്കന്മാരെ മുമ്പ് പോയിരുന്നതിനെ പറ്റിയോ അതിന്റെ വീഡിയോ ഫോട്ടോ വരുമ്പോൾ അതിനെപ്പറ്റി പറയണ എന്താ? അത് പുറത്ത് വന്നാൽ പറയും അത് ഞങ്ങൾ സ്ഥലക്കച്ചവടത്തിന് പോയതാണ്. അത് പറയാൻ ധൈര്യമില്ല. ഞങ്ങൾ പോയത് അള്ളാഹുവായി ബന്ധപ്പെട്ട നിലക്കുള്ള ഒരു മഹാനാന്ന് കേട്ടപ്പോൾ ഞങ്ങൾ അതിന് പോയതാണ് എന്ന് പറയാൻ ധൈര്യമില്ല. അതേ സമയത്തോ പണക്കാരൻ്റെ മുമ്പിലും രാഷ്ട്രീയക്കാരൻ്റെ മുമ്പിലും ദുനിയാവിൻ്റെ എന്തെല്ലാം പളവളപ്പുള്ളവൻ്റെ മുമ്പിലും പോയിട്ട് ഭയങ്കര ഇസ്സത്ത്, ഓല മുമ്പിലൊന്നും ഇരിക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ, ഓല പോലെ ഒരു നോമ്പുറക്ക് വിളിച്ച് കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു അഹ്ലുബൈത്തിന്റെ തങ്ങളെ വീട്ടിലോ ഏതെങ്കിലും ഒരു മഹാന്റെ വീട്ടിലോ ഒരു വലിയന്റെ വീട്ടിലോ ക്ഷണിക്കപ്പെടുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷം ഒരു പണക്കാരന്റെ മുമ്പിൽ ഇരിക്കുന്നതിന്, ഓന്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കണതിനൊക്കെയാണ് ഇപ്പം എന്ത് ഏറ്റവും വലിയ വില. ഇതല്ലേ ദുഷിച്ച ഉലമാ ഉൽ മാൽ, ഉലമാ ഉൽ ജാഹ്. അള്ളാന്റെ റസൂല് പറഞ്ഞില്ലേ ഏറ്റവും ദുഷിച്ച ആലിമീങ്ങൾ എന്ന് പറഞ്ഞത് ആരാ? പണത്തിന് വേണ്ടി എന്ത് കോലവും കെട്ടണോൽ.